സകലകലാ വല്ലഭയാണ് പേളിമാണി. പോസിറ്റിവിറ്റിയുടെ ഒരു കൂമ്പാരമാണ് അവരുടെ ഓരോ വീഡിയോസും. നാളുകൾ ഏറെയായി സ്ക്രീൻ നിറയുന്ന മുഖം, ഹേറ്റേഴ്സിനെ കൊണ്ടുപോലും കൈയടിപ്പിക്കുന്ന പ്രകൃതമാണ് പേളിക്ക്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിനി സ്ക്രീൻ താരമായ ശ്രീനിഷ് അരവിന്ദുമായി താരം പ്രണയത്തിലായത്. പിന്നാലെ ഇരുവരും വിവാഹിതരുമായി. മൂത്ത മകൾ നിലയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ കൺമണി വന്ന സന്തോഷത്തിലാണ് പേളിമാണിയും കുടുംബവും. മൂത്ത മകളായ നില ജനിച്ചതു മുതൽ സകല വിശേഷങ്ങളും പേളിയും ശ്രീനിഷും പങ്കിട്ടിരുന്നു. അതേപോലെ തന്നെ ഇളയ മകൾ നിതാരിയുടെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നതിൽ യാതൊരു പിശുക്കും പേളി കാണിക്കാറില്ല. ഇപ്പോഴത്തെ പ്രണയദിനത്തിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനത്തെക്കുറിച്ചാണ് പേളിയുടെ സംസാരം. വീണ്ടും ഞാൻ ഓർമാക്സ് മീഡിയന്റെ ഇന്ത്യയിലെ ടോപ്പ് 10 ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളായി എന്നാണ് പേളി പറയുന്നത്. ഈ സന്തോഷം സോഷ്യൽ മീഡിയ വഴിയാണ് അവർ പങ്കുവച്ചത്. മുൻപും പേളിക്ക് ഈ അവാർഡ് ലഭിച്ചിരുന്നു. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി എന്നെ സ്ട്രോങ് ആക്കി. 2 കുട്ടികളുടെ അമ്മയാകുന്നതും ജോലിയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആകുന്നതും തീർച്ചയായും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ രണ്ടിനോടുമുള്ള എന്റെ ഇഷ്ടം ശ്രീനിക്കും എനിക്കും രണ്ടും തുടരാൻ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നു. എപ്പോഴും എന്നെ പിന്തുണച്ചതിനും എന്റെ ഒപ്പം ഉള്ളതിനും നന്ദി. മലയാളികളുടെ ശക്തിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമാണ് മലയാളം പ്രധാന ഭാഷയായി തെരഞ്ഞെടുത്തത്. അതിൽ ടോപ്പ് 10-ൽ ഇടം നേടിയ സന്തോഷമാണ്. അതെ, നമ്മൾ ഒന്നിച്ച് വീണ്ടും അത് നേടിയിരിക്കുന്നു. അടുത്ത തവണ ഓർമാക്സ് എന്റെയും ശ്രീനിയുടെയും ഒരു ചിത്രം ഒരുമിച്ച് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീനിഷിന് എന്റെ വാലൻസ് ഡേ സമ്മാനം എന്നാണ് പേളി കുറിച്ചത്. ഇപ്പോൾ പ്രധാനമായും യൂട്യൂബിൽ ആണ് പേളി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം എവിടെയാണ് തനിക്ക് തന്നെ പ്രകടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്ന് തോന്നുന്നു എന്നൊരിക്കൽ താരം പറഞ്ഞിരുന്നു. വരുമാനം യൂട്യൂബിൽ വളരെ കൃത്യം ആയതാണ് അതിന് പിന്നാലെ കാരണമായി പേളി പറഞ്ഞത്. ഞാൻ 16 വർഷമായി ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇവിടെ നമ്മൾക്ക് പലവിധ നിയന്ത്രണം ഉണ്ടാകും. എന്നാൽ സ്വന്തം ഇടത്തിൽ ആ ഭയത്തിന്റെ ആവശ്യം ഇല്ലെന്നാണ് പേളി പറഞ്ഞത്.